ദുരൂഹതകൾ ഒഴിയാതെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം. 2019 സ്വർണം പൂശാൻ ചെന്നൈയിൽ എത്തിച്ചത് ചെമ്പ് പാളിയെന്ന് കണ്ടെത്തൽ. തിരുവാഭരണം കമ്മീഷണറുടെ മഹസറിൽ രേഖപ്പെടുത്തിയത് 38 കിലോ ചെമ്പ്. സ്പോൺസറായി ഒപ്പിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ മഹസറിന്റെ പകർപ്പ് ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചതായും ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ ദുരൂഹമാണെന്നും ഗൂഢാലോചന സംശയിക്കുന്നതായും ദേവസ്വം മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. ശബരിമലയിൽ ചെമ്പ് തെളിയുന്നോ എന്നാണ് ഹോട്ട് ആൻഡ് ടോക്ക് ചോദിക്കുന്നത്. CPM-ൽ നിന്ന് PB ഹർഷകുമാർ, BJP-യിൽ നിന്ന് ഗോകുൽ ഗോപിനാഥ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം PB ഹർഷകുമാറിലേക്ക്. ഹർഷകുമാർ, ശബരിമലയിൽ കാര്യങ്ങൾക്കൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലേ എന്ന് തോന്നിപ്പോകും വിധമാണ് അടുത്തിടെ നടന്ന സംഭവങ്ങൾ പുറത്തു വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് അതാണ്. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ പെർമിഷൻ ഇല്ലാതെ കാണിക്ക സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നു. അതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്ന സാഹചര്യം. ഒരു സംശയത്തിനും ഇടയില്ല. കാരണം ഈ ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു, ശബരിമലയിൽ എന്ത് നടന്നിട്ടുണ്ടോ അതൊക്കെ അന്വേഷണ വിധേയമാക്കട്ടെ. അന്വേഷണ വിധേയമാക്കുമ്പോൾ എവിടെയാണ് തെറ്റ്, എവിടെയാണ് പോരായ്മ എന്ന് കണ്ടെത്താൻ കഴിയുമല്ലോ. ഇതിപ്പോൾ സത്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആൾ തന്നെ ഇപ്പോൾ അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഈ പീഠം ഉണ്ട് എന്ന് പറയുന്നത്. ഈ പീഠത്തെ സംബന്ധിച്ച് തന്നെ വ്യത്യസ്ത അഭിപ്രായം. യഥാർത്ഥ ദ്വാരപാലക പീഠം ദ്വാരപാലകരുടെ വിഗ്രഹത്തോടൊപ്പം തന്നെയാണ് ആ പീഠവും ഉണ്ടാകുക, അങ്ങനെയാണ് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ ശബരിമലയിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കണ്ടെത്തി എന്ന് പറയുന്ന പീഠം യഥാർത്ഥ പീഠമാണോ എന്നതിനെ സംബന്ധിച്ച് സംശയങ്ങൾ ഇരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും തന്നെയും ശബരിമലയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ ഇപ്പം ചോദിച്ച ചോദ്യം, ശബരിമലയിൽ അനഭിലഷണീയ സംഭവങ്ങൾ ഉണ്ടാകുന്നോ എന്ന്. എത്രയോ നാളുകളായി ശബരിമലയിൽ ഒട്ടേറെ ഏജന്റുമാരും അതേപോലെ തന്നെ അവിടുത്തെ ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും ഒക്കെ വിരുദ്ധമായി ചില ഏജന്റുമാരുടെ സാന്നിധ്യം ശബരിമലയിലുണ്ടെന്ന് എത്രയോ നാളുകളായി. പക്ഷേ പുതിയ കാലത്തെ ദേവസ്വം ബോർഡ് ഭരണത്തിന് ശേഷം, പ്രത്യേകിച്ച് 2019 ശേഷം ഇങ്ങോട്ട് ശബരിമലയിൽ അത്തരം ഒരിടപെടലുകളും പരമാവധി അറിയപ്പെടുന്നതെല്ലാം ഒഴിവാക്കി പോരുന്ന ഒരു ചിത്രമാണ് കണ്ടത്. ശ്രീ PB ഹർഷകുമാർ, 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രംഗപ്രവേശം. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി എത്തുന്നത് തന്നെ 2019 അപ്പോൾ എങ്ങനെ അങ്ങനെ പറഞ്ഞ് കൈയൊഴിയാൻ കഴിയും? ദുരൂഹ വ്യക്തികളുടെ ഇടപെടൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഓരോ സർക്കാരുകളും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാനല്ലേ. ഇവിടെ ദേവസ്വം വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇപ്പോൾ ദുരൂഹ വ്യക്തിത്വം എന്ന് ദേവസ്വം മന്ത്രി തന്നെ പറയുന്നത്. അല്ല, അതിൽ ശബരിമലയെ സംബന്ധിച്ച് അവിടുത്തെ ഈ മാനുവലും ചട്ടമൊന്നും അല്ല. അതിലുപരി കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭ സമയത്ത് തന്നെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്താ? തന്ത്രിയുടെ നിർദ്ദേശമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ മറ്റ് ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് തന്ത്രി ഈ ദ്വാരപാലക വിഗ്രഹം ഇതിൻ്റെ ഈ പാളികൾ ചെന്നൈയിൽ കൊണ്ട് ഇത് ശരിയാക്കാൻ വേണ്ടി തന്ത്രി എഴുതി കൊടുത്തതായി പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ദേവസ്വം ബോർഡ് അവിടെ തന്ത്രിയുടെ നിർദ്ദേശത്തിന് തടയിടുകയല്ലേ ചെയ്തത്. ഗോകുൽ ഗോപിനാഥ്, ഇതിൽ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പാളികൾ പുറത്തേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പോൾ മാനുവലിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ആക്ഷേപത്തോട്, ആ പരാതിയോടാണ് ആ പ്രതികരണം. തന്ത്രിയാണ് അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. തന്ത്രിയുടെയൊക്കെ അഭിപ്രായത്തിനും മേലിലല്ല അവിടുത്തെ നിയമവും മാനുവലും എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഗോകുൽ, ഇവിടെ ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ അമ്പലക്കള്ളന്മാരുടെ അല്ലെങ്കിൽ അമ്പലം വിഴുങ്ങികളുടെ ഈ പരിപാടി അത് വളരെ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ഹിന്ദു സംഘടനകളും BJP-യും സംഘപരിവാറും ഒക്കെ കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ CPM-ഉം കോൺഗ്രസും കാലാകാലങ്ങളായി മാറി മാറി നടത്തുന്ന ഈ തീവട്ടിക്കൊള്ളകൾ, ക്ഷേത്രത്തിന് ഭഗവാന് ഭക്തർ ഭക്തിപൂർവ്വം സമർപ്പിക്കുന്ന തങ്ങളുടെ ദ്രവ്യങ്ങൾ, അത് സ്വർണമായും വെള്ളിയായും
പണമായും സ്വത്തുക്കളായും ഒക്കെ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടു പോകുന്നു എന്ന യാഥാർത്ഥ്യപൂർണമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെയെല്ലാം മതനിരപേക്ഷതയെ എതിർക്കുന്നതാണ്, മതവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡുകളെല്ലാം മതത്തെ സംരക്ഷിക്കുന്നതാണ് എന്ന തരത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് മതകേന്ദ്രീകൃതമായ അഭിപ്രായങ്ങളാണ് അത് എന്ന രീതിയിലേക്ക് ദുർവ്യാഖ്യാനിച്ചു കൊണ്ടാണ് ഇവർ ഇതെല്ലാം പ്രതിരോധിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കഥാപാത്രം വരുന്നു, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ബാംഗ്ലൂരിൽ അറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഉണ്ണി എന്നാണ്. ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അറിയപ്പെടുന്നത്, ശബരിമലയിൽ അറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഉണ്ണി എന്നാണ്. എന്താ അയാൾ ചെയ്യുന്നത്? ബാംഗ്ലൂരിലെ അവിടുത്തെ ശ്രീരാമപുരത്തെ ക്ഷേത്രത്തിൽ, അയ്യപ്പ ക്ഷേത്രത്തിലുള്ള പൂജാരിയാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ബാംഗ്ലൂരിലെ വ്യവസായികളെ, ബാംഗ്ലൂരിലെ സാധാരണക്കാരുടെ അയ്യപ്പ ഭക്തിയെ കച്ചവടവൽക്കരിക്കുകയും അതിനെ ഈ പറയുന്ന ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ ഭരണകർത്താക്കൾക്കും വേണ്ടി ഈ പണത്തെയും ഈ ദ്രവ്യങ്ങളെയും ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. അതിന്റെ പങ്ക് പറ്റുകയാണ്. അതിന്റെ കമ്മീഷൻ ഈ പറയുന്ന ബാംഗ്ലൂർ ഉണ്ണി എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധനായിട്ടുള്ള ഈ പറയുന്ന സ്പോൺസർ അയാളും എടുക്കുന്നുണ്ട്. അത് ദേവസ്വം ബോർഡിലെ ഈ തീവെട്ടിക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുകയും കണ്ണടക്കുകയും അതിനെല്ലാം സഹായിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും ആ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡിനും സർക്കാരിന്റെ പ്രതിനിധികൾക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണല്ലോ. ഇവിടെ 998 വിജയ് മല്യ സമർപ്പിച്ച 30.5 കിലോ സ്വർണം, അത് ഗോൾഡ് പ്ലേറ്റിംഗ് അല്ലെന്നേ, ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ല, പൂശുകയല്ല ചെയ്തത്. അവിടെ നമുക്കറിയാം, മാതൃഭൂമി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ അന്നത്തെ പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇത് എന്താ പറയുക, സ്വർണം പൂശുകയല്ല ചെയ്തത്, സ്വർണം പതിക്കുകയാണ് ചെയ്തത്. സ്വർണം കൊണ്ട് ശ്രീകോവിലിന്റെ 12 ഭാഗങ്ങളും സ്വർണ്ണപ്പാളികൾ കൊണ്ട് അതിനെ മറയ്ക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ കവർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ ദ്വാരപാലക ശില്പങ്ങളും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പ് പാളിയായിരുന്നു, അത് സ്വർണമായിരുന്നില്ല എന്നുള്ളതാണ് മഹസറിൽ എഴുതിയിരിക്കുന്നത്. അതും ഒരു തർക്ക വിഷയമാണ് സത്യത്തിൽ. അത് സ്വർണ്ണപ്പാളി തന്നെയായിരുന്നോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ പറയുന്നത് അത് സ്വർണം പൂശുകയായിരുന്നു, അതിൽ ആളുകളൊക്കെ പിടിച്ച് ഒക്കെ അതിൽ നിന്ന് ആ പൂശിയ സ്വർണം ഇളകിപ്പോയി, അപ്പോൾ അതിന്റെ നിറം മങ്ങി, അങ്ങനെയാണ് അറ്റകുറ്റപ്പണിക്കായി ആളെ ഏൽപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ കാര്യം ഇനി എന്തായാലും കൂടുതൽ പരിശോധനയിലൂടെ വ്യക്തമാകേണ്ടതാണ് എന്ന് തോന്നുന്നു. അല്ല, നിങ്ങൾ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്, ഇപ്പോൾ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ക്രയവിക്രയങ്ങളും ഈ പറയുന്ന രേഖകളും എല്ലാം എല്ലാ കാലത്തും നിഗൂഢമാണല്ലോ. പക്ഷെ മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുത്താൽ വിജയ് മല്യ നൽകിയ 30.5 കിലോഗ്രാമിന്റെ സ്വർണം, അത് ഉപയോഗിച്ച് നിർമ്മിച്ച സ്വർണ്ണപ്പാളികൾ 12 ഭാഗങ്ങളിൽ പതിപ്പിക്കുകയും അതിൽ ദ്വാരപാലകരുമുണ്ട് എന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് മാത്രമല്ലെന്നേ, 2019 ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നു. അതിപ്പോൾ ഈ പറയുന്ന ബാംഗ്ലൂർ ഉണ്ണി എന്നറിയപ്പെടുന്ന ഈ പോറ്റി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് കൊണ്ടുവന്ന് വെറുതെ നമ്മൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കുക, അയാളെ കൊണ്ടുപോട്ടെ. ഇതിനൊരു ദേവസ്വം ബോർഡ് ബൈലോ പ്രകാരം ഇതിനൊരു സെക്യൂരിറ്റി പോണ്ടേ? ദേവസ്വം ഉദ്യോഗസ്ഥർ ഇതിനെ അകമ്പടി സേവിക്കണ്ടേ? ദേവസ്വം ഉദ്യോഗസ്ഥർ ഇതിന് റിപ്പോർട്ട് നൽകണ്ടേ ഓരോ ദിവസവും? അപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുക്കാത്ത, നമ്മൾ മനസ്സിലാക്കേണ്ടത് 2019 ജൂലൈ മാസം 20-ാം തീയതി കൊണ്ടുപോയ സ്വർണം ചെന്നൈയിൽ എത്തിയത് ഈ പറയുന്ന ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ്. ഈ 19 ദിവസം വേണോ നമ്മുടെ ശബരിമല ഇറങ്ങി ചെന്നൈ വരെ ഈ സ്വർണം എത്താൻ? അപ്പോൾ ഇതിനിടയിൽ എന്തെല്ലാം ഒക്കെയോ അട്ടിമറികൾ, കള്ളക്കളികൾ, സ്വർണം തട്ടലുകൾ, സ്വർണം പൊട്ടിക്കലുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വർണം പൊട്ടിക്കലുകൾക്ക് കുപ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ് കേരളം ഭരിക്കുന്ന CPM സർക്കാരും. അവർക്ക് അയ്യപ്പന്റെ സ്വർണം വരെ തട്ടിക്കാനും അയ്യപ്പന്റെ സ്വർണം വരെ പൊട്ടിക്കാനും പുറത്തേക്ക് കൊണ്ടുപോയി, സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയി വിറ്റിട്ടുണ്ടോ, അതിന്റെ പേരിൽ കച്ചവടം നടത്തിയിട്ടുണ്ടോ, ഇതൊക്കെയാണ് അറിയേണ്ടത്. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യം അത് ഹൈക്കോടതിയിൽ തന്നെ ഉയർന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് ഇവിടെ നിന്നും ഒരു ഉദ്യോഗസ്ഥനും അനുഗമിച്ചില്ല? അങ്ങനെയാണല്ലോ ചെയ്യേണ്ടിയിരുന്നത്, അങ്ങനെ ചെയ്തില്ല. എല്ലാം വിശ്വസിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങ് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു അയാൾ ഒരു ദുരൂഹ വ്യക്തിത്വമാണെന്ന്. ഇത് സാധാരണക്കാർക്ക് ദഹിക്കണ്ടേ ശ്രീ PB ഹർഷകുമാർ? അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടെ ഞാൻ പ്രതികരിക്കാം പിന്നീട്. പക്ഷേ ഇപ്പോൾ
ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത്, ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി ശ്രീ VN വാസവൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കേരള സമൂഹത്തിന് മുമ്പായി അവർക്ക് പറയാൻ കഴിഞ്ഞു, ഇത് അന്വേഷിക്കട്ടെ. ഈ ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഊഹാപോഹങ്ങൾ വെച്ചിട്ട് നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ നിരീക്ഷണമുണ്ട്. ഒരു ഹൈക്കോടതി ഇപ്പോൾ ഒരു ജഡ്ജി ശ്രീ KP ശങ്കർ എന്ന ജഡ്ജിയെ തന്നെ ഇതിൻ്റെ മേൽനോട്ടത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കാണ് ഭയം? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു 2019 മുതൽ ഈ 2025 ഈ പറയുന്ന നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വരുമ്പോൾ അതിന് സത്യം വെളിപ്പെടുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കയ്യിൽ കളങ്കമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. അത് തന്നെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി. പിന്നെ എൻ്റെ ബഹുമാനനായ BJPയുടെ നേതാവ് സുഹൃത്ത് പറഞ്ഞോ, CPM അമ്പലക്കള്ളന്മാരുടെ പാർട്ടിയാണ്. ആ ഉടുപ്പ് ഒരിക്കലും CPMനല്ല ചേരുന്നത്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാണ്. ഞാൻ അടൂരിന് സമീപത്ത്, അടൂരിലാണ് എൻ്റെ വീട്. അടൂരിന് സമീപത്ത് ഒരു വലിയ പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്, തൃച്ചേതമംഗലം മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ BJPയുടെ ഇപ്പോൾ സംസ്ഥാന ഭാരവാഹി ഇരിക്കുന്ന ഒരാൾ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ചെമ്പുപാളി മോഷണക്കേസിലെ അതിൻ്റെ മേൽക്കൂര പണിയുന്നതിന് ചെമ്പുപാളി വാങ്ങിയ ചെമ്പുപാളി മോഷണക്കേസിൽ പ്രതിയായി നിൽക്കുന്ന BJPയുടെ നേതാവാണ്. CPMൻ്റെ ഒരാളും ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ചതിൻ്റെ പേര് കേസിൽ പ്രതിയായിട്ടില്ല. BJPയെ സംബന്ധിച്ച് BJPയുടെ എന്താ ശബരിമലയിലെ BJPയുടെ താല്പര്യം? BJPക്ക് ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും കൈയിട്ട് വാരാൻ കഴിയുന്നത് പോലെ ശബരിമലയിലോട്ട് കടക്കാൻ കഴിയുന്നില്ല. അല്ലാതെ ആ ഉടുപ്പ് BJP അണിയുന്നതായിരിക്കും ഏറ്റവും ഭംഗി. അത് ആ ഉടുപ്പ് CPMന് ചേരുന്നതല്ല, CPMന് ചേർന്ന ഉടുപ്പല്ല. അദ്ദേഹം അങ്ങനെ പറയുമ്പോ ഉത്തരവാദിത്വത്തോടെ പറയാൻ കഴിയും. ഭക്തരുടെ പേരിൽ ഇല്ലേ, അല്ല ഞാനത് പറയട്ടെ, ഭക്തരുടെ പേരിൽ കഴിഞ്ഞ ശബരിമല സമരസമയത്ത് BJP ശബരിമലയെ കാണിച്ചെന്താ? അല്ല, ഭക്തരുടെ പേരിൽ കഴിഞ്ഞ ശബരിമല സമരസമയത്ത് BJP ശബരിമലയെ കാണിച്ചെന്താ? വത്സൻ തില്ലങ്കേരി എന്ന് പറഞ്ഞ ആള് പുറംതിരിഞ്ഞു ശബരിമല ശാസ്താവിന്റെ വിഗ്രഹത്തിന് പുറംതിരിഞ്ഞില്ലേ? സുരേന്ദ്രൻ അവിടെ നാളികേരം ഭക്തിയാണോ? പീഠത്തിലേക്ക് തിരിച്ചു വന്നാൽ എന്തുകൊണ്ട് സ്വർണ്ണമല്ല, എല്ലാ രാജ്യം തന്നെ മോഷ്ടിക്കുന്നതിനകത്ത് വിഗ്രഹപ്പെട്ട് നിൽക്കുന്ന BJPക്ക് ഒരു അമ്പലം കിട്ടിയാൽ അമ്പലത്തിലെ സ്വർണ്ണം അടിച്ചോണ്ട് പോകും. നമുക്ക് ഈ വിഷയത്തിലൂന്നി സംസാരിച്ചാൽ ഈ മാനുവൽ ലംഘിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് അവിടെ ഒരു തന്ത്രയും പറയില്ലല്ലോ. ഈ മാനുവൽ എന്തിനാണ് അവിടെ ലംഘിക്കുന്നത്? വിജയ് മല്യയുടെ കാലത്ത് തന്നെ, വിജയ് മല്യ സ്വർണം പൂശുന്ന സമയത്ത് തന്നെ 1999 തന്നെ അവിടെ തന്നെ ഈ സംഗതികൾ പൂശുവാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അത് ക്ഷേത്രത്തിന്റെ ആ പരിസരത്ത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആർക്കും സംശയമില്ല, ഇതിപ്പോൾ ഒരു ദുരൂഹ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. അതിനുശേഷം അദ്ദേഹത്തെ ആരും അനുഗമിക്കുന്ന പോലുമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണോ ഇദ്ദേഹം ഒരു ദുരൂഹ വ്യക്തിയാണ് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടത്? അങ്ങനെയാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടെ എന്തെങ്കിലും ഈ അനഫിലേഷണീയ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടപടിയെടുക്കട്ടെ. ഹൈക്കോടതി അന്വേഷിക്കല്ലേ, നമ്മളെന്തിനാണ് കിടന്ന് വെപ്രാളം പിടിക്കുന്നത്? നമുക്ക് ഈ വ്യഗ്രതയുടെ ആവശ്യമില്ലല്ലോ. അവിടെ ഏതെങ്കിലും മോശത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ മോശത്തരം കാണിച്ചവർ ശിക്ഷിക്കപ്പെടട്ടെ, അതിൽ ഞങ്ങൾക്കാർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പറയുന്നു എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു ഞങ്ങൾക്കൊരു ആശങ്കയില്ല. അതേസമയം അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഊഹാപോഹം പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട കാര്യം എന്താ? ഈ ശബരിമലയിൽ വിശ്വാസ സംരക്ഷണത്തിനായി ആഗോള അയ്യപ്പ സംഗമം നടത്തുകയാണ് സർക്കാർ. ആ സർക്കാരിനെ സത്യത്തിൽ ചോദ്യമുനയിലാക്കുന്നില്ലേ ഇത്തരം നടപടികൾ? അവിടെ ഒരു മേൽനോട്ടക്കുറവ് ഉണ്ടായില്ലേ? ശരിക്കും ഒരു വീഴ്ച തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത് അവിടെ ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും? അല്ല, ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഇത്ര പരസ്യമായി സംഘടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും മോശത്തരം കയ്യിലുണ്ടെങ്കിൽ അതിന് ധൈര്യപ്പെടില്ല, മറച്ചു വെക്കാനും ശ്രമിക്കുക. പക്ഷേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള അയ്യപ്പ ഭക്തരെ, തെരഞ്ഞെടുക്കപ്പെട്ട അയ്യപ്പ ഭക്തരെ, പന്തളത്ത് BJP നടത്തിയതുപോലെ BJP റാലിയല്ല നടത്തിയത്. തെരഞ്ഞെടുക്കപ്പെട്ട അയ്യപ്പ ഭക്തരെ ക്ഷണിച്ചു വരുത്തി ഇത്തരമൊരു കാര്യം ചർച്ച ചെയ്യാൻ വിളിക്കുമ്പോൾ ആ ചർച്ച ചെയ്യാനുള്ള ആത്മധൈര്യം ഏതെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകില്ല.
അപ്പോൾ ഒരു ക്രമക്കേടിനും ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ളതുകൊണ്ടാണ് ധൈര്യപൂർവ്വം അത്ര ഒരു സംഗമം സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടായത്, അല്ലെങ്കിൽ ധൈര്യം വന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ഗോകുൽ, ഈ ആഗോള അയ്യപ്പ സംഗമം തകർക്കുന്നതിനായി, അതിന്റെ ഗൂഢാലോചനയ്ക്കായി ഇങ്ങനെ ഒരു കാര്യം പറയുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. ഇങ്ങനെ പീഠം കാണാനില്ല എന്ന, സ്വന്തം സഹോദരിയുടെ വീട്ടിലിരിക്കുന്ന പീഠം കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തെ പൊളിക്കുവാനുള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നത് എന്നാണ് സർക്കാർ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനകത്ത് സർക്കാരിന് സംഭവിച്ചിട്ടുള്ള പാളിച്ചകൾ അതിൽ നിന്നുള്ള ഒരു ശ്രദ്ധ തിരിക്കൽ കൂടിയായിട്ട് വേണം മനസ്സിലാക്കാനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിമാരും ബാംഗ്ലൂർ ഉണ്ണികളും ഇതൊക്കെ ഒരു പേരല്ലേ? 100 കണക്കിന് ഇത്തരം പേരുകൾ ഉണ്ടാവില്ലേ ശ്രീ ലക്ഷ്മി പത്മ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത് നമ്മളെ ദേവസ്വം ബോർഡിൽ ഈ ഒരാളുടെ തട്ടിപ്പ്, ഈ ഒരാൾ നേതൃത്വം കൊടുത്ത് നടത്തിയ തട്ടിപ്പ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ ദേവസ്വം ബോർഡിൻ്റെ, നമ്മുടെ അയ്യപ്പ ക്ഷേത്ര ദേവസ്വം ബോർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആസ്ഥാനമായിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ക്ഷേത്രങ്ങളുടെ സ്ഥിതി എന്താണ്, ബാക്കി ദേവസ്വങ്ങളുടെ സ്ഥിതി എന്താണെന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? അതുപോലെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നടത്തിയതെന്ന് പറയുന്നു. ആഗോള അയ്യപ്പ സംഗമം ബാക്കി ദേവസ്വം ക്ഷേത്രങ്ങളൊന്നും ഇത്രയധികം വരുമാനം ഉണ്ടാക്കുന്നില്ല എന്ന ഒരു വസ്തുത കൂടിയുണ്ട്. ശബരിമലയാണ് വലിയ വരുമാനം എത്തിക്കുന്നത്. ഏതായാലും വരുമാനം പണം മാത്രം കൊണ്ടല്ലല്ലോ ഇവരുടെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്നത്. അതിൻ്റെ സ്വത്തുക്കൾ, അതിൻ്റെ ബാക്കി ദ്രവ്യങ്ങൾ, കാണിക്കകൾ, ഇതൊക്കെ ഉണ്ടല്ലോ. പണം മാത്രമല്ല. അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം പറഞ്ഞു. എന്താ ആഗോള അയ്യപ്പ സംഗമം? ഇവർ കുറേ ഈ മുതലാളിമാരെ വിളിച്ചിരുത്തി അത് പൊട്ടിപ്പാളീസായി പോയ കഥകളൊന്നും നമ്മളിനി ആവർത്തിക്കണ്ടല്ലോ, അത് തർക്കമൊന്നുമില്ലല്ലോ. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ബാംഗ്ലൂർ ഉണ്ണി, ഇയാള് ബാംഗ്ലൂരിൽ അയ്യപ്പ ക്ഷേത്രം, ഈ പറയുന്ന ശ്രീരാമപുരത്തെ അയ്യപ്പ ക്ഷേത്രം കേന്ദ്രീകരിച്ച് നടത്തിയ അതേ പരിപാടിക്ക് തന്നെ ആയിരിക്കില്ലേ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? ഇതിലേക്ക് നിക്ഷേപം കൊണ്ടുവരിക, അയ്യപ്പൻ്റെ ദ്രവ്യങ്ങൾ ഭക്തരായിട്ടുള്ള ഈ പറയുന്ന കോർപ്പറേറ്റുകളും അതുപോലെ ബിസിനസ്സുകാരും കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ, ഭക്തർ, സാധാരണക്കാർ പൊന്നമ്പല വാസനെ എന്ന് വിളിച്ച് ശരണം വിളിക്കുന്ന, പൊന്നമ്പല വാസനായിട്ടുള്ള അയ്യപ്പനെ തൊഴാൻ വേണ്ടി കടന്നു വരുന്ന, കണ്ണുനീരൊഴുക്കി ഭക്തി നിർഭരമായി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രം ഭഗവാനെ കണ്ടു തൊഴാൻ വേണ്ടി 41 ദിവസത്തെ വ്രതമെടുത്ത് വരുന്ന ഈ അയ്യപ്പ ഭക്തർക്ക് അവരുടെ ഭക്തിക്ക്, വിശ്വാസത്തിന്, അവരുടെ ആത്മത്യാഗത്തിന്, അവരുടെ ജീവിതത്തിന് മറുപടി നൽകുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ തട്ടിപ്പിലൂടെയാണ്, സ്വർണം വെട്ടിക്കലിലൂടെയാണ്. ഈ ബാംഗ്ലൂർ ഉണ്ണിമാരെ പോലെയുള്ള ഈ പോറ്റിമാരെ പോലെയുള്ള ആളുകളെ സ്പോൺസർമാരായും കമ്മീഷൻ ഏജന്റുമാരായും ഇടനിലക്കാരുമായി ഏൽപ്പിച്ച് അവരെ തന്ത്രിമാരുടെയും കീഴ്ശാന്തിമാരുടെയും അസിസ്റ്റന്റുമാരായി നിയമിച്ച് തന്ത്രി പുറത്താക്കുമ്പോഴും അധികാര സ്വാധീനം ഉപയോഗിച്ച്, പണത്തിന്റെ കമ്മീഷൻ സ്വാധീനം ഉപയോഗിച്ച് തിരിച്ച് വീണ്ടും ആ ക്ഷേത്രത്തിനകത്ത് സ്വൈരവിഹാരം നടത്തി ഇവർ നടത്തുന്ന തട്ടിപ്പുകൾ പുറത്തു വരുമ്പോൾ അത് കോടതിയിൽ തെളിയിക്കാം, ധാർമ്മികമായ ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറയുന്നത് ഇവർ ഇത്രയും കാലം എവിടെ പോയിരുന്നു? ഇത്രയും കാലം ഈ തട്ടിപ്പുകളുടെ മുക്കിന് താഴെ നടക്കുമ്പോൾ ഇവരെവിടെ പോയിരുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, ബാംഗ്ലൂർ ഉണ്ണി എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്ര കാലമായിട്ട് അറിയാം? ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ തരത്തിലുള്ളതാണ് എന്ന് താങ്കൾക്ക് എത്ര കാലമായിട്ട് അറിയാം? എനിക്കറിയാമോ അറിഞ്ഞൂടാ എന്നുള്ളതല്ലേ, പത്രവാർത്തകളെ അധികരിച്ചുകൊണ്ടാണ് ഞാൻ വർത്തമാനം പറയുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അധികരിച്ചുകൊണ്ടാണ് വർത്തമാനം പറയുന്നത്. ഈ സ്വർണം കൊണ്ടുപോയത് ഈ ഉണ്ണിയാണല്ലോ. ഈ ഉണ്ണി ഈ പറയുന്ന ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിയാണല്ലോ. അവിടെ നിന്നാണല്ലോ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. എനിക്കറിയാമോ അറിഞ്ഞൂടാ എന്നുള്ള ചോദ്യം എന്താ ചോദ്യമാണത്? വ്യക്തിപരമായി എനിക്കറിയാവുന്ന ആളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മാധ്യമങ്ങൾ കേരളത്തിൽ ഇന്ന് പുറത്തിറങ്ങിയ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം ഞാൻ പറയുന്നത്. ഈ വ്യക്തിയെ അറിയാമെന്നാണ് ചോദിക്കുന്നത്. ഈ മാധ്യമങ്ങൾ പറയുന്നത് കേട്ട് മാത്രമാണ് ചർച്ചയെങ്കിൽ
കേരളത്തിൽ അല്ലല്ല, കഴിഞ്ഞ അത് കുറെ നാളുകൊണ്ട് മാധ്യമങ്ങൾ പിണറായി വിജയൻ മാത്രമല്ല, ഗവൺമെന്റ് ഹൈക്കോടതിയുടെ മുന്നിൽ വന്ന കാര്യമാണ്. ശ്രീ ഹർഷകുമാർ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഹൈക്കോടതിയിൽ മാധ്യമങ്ങൾ പറഞ്ഞതും ബി.ജെ.പിയുടെ കേന്ദ്ര ഗവൺമെന്റ് കെട്ടിച്ചമച്ചതുമായ എത്രയോ ണകൾ കേരളത്തിൽ അരങ്ങേറി. സ്വർണ്ണച്ചെമ്പ്, ബിരിയാണി, എന്തെല്ലാം പറഞ്ഞു പിണറായി വിജയൻ. ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതാണ് നിങ്ങൾ കഴിഞ്ഞ കുറെ നാളുകൊണ്ട് കേരളത്തിലെ കുറെ മാധ്യമങ്ങളെ വിലക്കെടുത്ത് ബി.ജെ.പി ചെയ്യുന്ന പണി ഇതാണ്. ഇല്ല ഹർഷകുമാർ, താങ്കൾ പറഞ്ഞു നേരത്തെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയുള്ള ദുരൂഹ ഉണ്ണിമാരെ മാറ്റി നിർത്തിയിട്ട് വേണ്ടായിരുന്നില്ലേ അത് നടത്തേണ്ടത്? അങ്ങനെ വേണമായിരുന്നില്ലേ അത് ചെയ്യേണ്ടിയിരുന്നത്? അപ്പോൾ വളരെ പെട്ടെന്ന് ഇദ്ദേഹം ദുരൂഹമായ ഇടപാടുകൾ നടത്തിയെന്ന് പറയുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ദേവസ്വം ഉദ്യോഗസ്ഥൻ പോലും അനുഗമിച്ചില്ല. അദ്ദേഹം ഏതൊക്കെയോ അമ്പലങ്ങളിൽ കൊണ്ട് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി, സ്വർണ്ണപീഠം കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ വെക്കുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇതൊക്കെ എങ്ങനെ ഇത്ര അയ്യപ്പ സ്നേഹമുള്ള, അയ്യപ്പ ഭക്തരെ കുറിച്ച് വിചാരമുള്ള ഒരു സർക്കാരിന് കീഴിൽ എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല, ബഹുമാനപ്പെട്ട ലക്ഷ്മി പത്മ, താങ്കളിപ്പോൾ പറഞ്ഞു ഇത്തരം ആളുകളെ മാറ്റി നിർത്തി വേണ്ടയോ അയ്യപ്പ സംഗമം നടത്തി. ഇയാളെ കൂട്ടിയാണോ അയ്യപ്പ സംഗമം നടത്തിയത്? എവിടെയെങ്കിലും അങ്ങനെ കേട്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളുകളെ കൂട്ടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എവിടെയെങ്കിലും നമ്മൾ കേട്ടോ? പിന്നെ അല്ല, ഞാനത് പറഞ്ഞോട്ടെ, അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അല്ലേ, ഞാനത് പറയട്ടെ, എനിക്ക് പറയാനൊരു അവസരം തരൂ. അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശം നേരത്തെ മറ്റേ ബഹുമാന്യായ ബി.ജെ.പി നേതാവ് പറഞ്ഞതുപോലെ പറഞ്ഞതെന്താ? കമ്മ്യൂണിസ്റ്റുകാർ കൊള്ളയടിക്കുന്നവരാണ്. ഈ ആരാണ് കൊള്ളയടിക്കുന്നത്? ഈ രാജ്യം കണ്ടതല്ലേ? അയോധ്യയുടെ പേര് പറഞ്ഞ് രാജ്യത്ത് അധികാരത്തിൽ വന്നവർ അയോധ്യയിൽ ഒരു ടൗൺഷിപ്പ് പണിയുന്നു, അമ്പലം പണിയുന്നു, അവിടെ റോഡ് പണിയുന്നു, വിമാനത്താവളം പണിയുന്നു, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയില്ലേ? അഴിമതി നടത്തി, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അഴിമതി നടത്തി ചരിത്രം സൃഷ്ടിച്ചവരാണ് ബി.ജെ.പി. ഇപ്പോൾ കുംഭമേള നടത്തി. അവിടെ കുംഭമേളയ്ക്ക് വേണ്ടി കോടാനുകോടി രൂപ ഉത്തർപ്രദേശ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും പറിച്ചു. ഏതെങ്കിലും സൗകര്യം അവിടെ പാവപ്പെട്ടവർക്ക് കിട്ടിയോ? ഈ കാര്യം ഇപ്പം ചെയ്യുന്നവരാണ് ഇവിടുത്തെ കാര്യം. ഇവിടെ എന്താണ്? അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ ശബരിമലയിൽ കൂടുതൽ തീർത്ഥാടകരെ എത്തിക്കുക, അതുവഴി അയ്യപ്പന്റെ പ്രശസ്തി ലോകമാകെ എത്തിക്കുക, അതോടൊപ്പം തന്നെ അവിടെ എത്തുന്ന മനുഷ്യന് സൗകര്യം, ആധുനിക കാലമാണ്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ആർക്കും സംശയമില്ല. അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. എന്തുകൊണ്ട് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആരും അറിഞ്ഞില്ല? ഈ സ്വർണ്ണപ്പാളി കൊണ്ട് അറ്റകുറ്റപ്പണിക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ആരും അനുഗമിച്ചില്ല? എങ്ങനെ ഇദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഈ സ്വർണ്ണപീഠം വയ്ക്കാൻ? ഇതൊക്കെ അവിടെ ഒരു മേൽനോട്ടമില്ലാത്തതിന്റെ കുറവായി തന്നെയല്ലേ വിലയിരുത്തപ്പെടുക? അല്ലാതെ അന്വേഷണം നടക്കട്ടെ. അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിന് അനുധാവനം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയട്ടെ. നമ്മൾ മുൻകൂട്ടി എത്രയത് പറയുന്നത്? അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. കണ്ടെത്തിയാൽ കുറ്റക്കാരാരാണെങ്കിലും അവരുടെ കയ്യിൽ വിലക്ക് വീഴട്ടെ. ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതുതന്നെയാണ് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അല്ലാതെ ബി.ജെ.പിയുടെ ഈ ആശങ്കയുടെ പുറകെ നമ്മൾ ചാടേണ്ട കാര്യമില്ല. ബി.ജെ.പിക്ക് ശബരിമലയെ സംബന്ധിച്ച് വേറെ ചില കാഴ്ചപ്പാടുണ്ട്. ആശങ്ക സ്വാഭാവികമായി ആയിരുന്നവർക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ദേവസ്വം പ്രസിഡന്റിനും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിനും ഒക്കെ ഇടയിൽ ഈ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഏതായാലും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിനെ അടക്കം സംശയമുനയിലാക്കുന്ന പരാമർശങ്ങൾ മുൻ ദേവസ്വം പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. CPM-ന്റെ തന്നെ പ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് മാനുവൽ അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല? അത് 2019 നടന്നില്ല, ഇപ്പോഴും നടന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞോ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് കുറെ കൂടി വ്യക്തമായി അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം, ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിനെ സംബന്ധിച്ച് ഒരാക്ഷേപം ഒരാൾക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അത്ര സുതാര്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ. അദ്ദേഹത്തിന് ആ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഏത് അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണം നടത്തി കുറ്റക്കാരെന്ന് ആരെ പറയുന്നു അവരുടെ കയ്യിൽ വിലക്ക് വീഴട്ടെ എന്ന് അദ്ദേഹം പറയുന്നത് അത്ര ആത്മവിശ്വാസമുണ്ട്. പിന്നെ മുൻ പ്രസിഡന്റുമാർ തമ്മിൽ എന്തെങ്കിലും അങ്ങനെ തർക്കമുള്ളതായിട്ടല്ല. അവരവരുടേതായ കാലത്തെ ചില കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ മാനുവൽ മാത്രമല്ല, ശബരിമലയെ സംബന്ധിച്ച് തന്ത്രിയുടെ നിർദ്ദേശങ്ങൾ വളരെ പ്രധാനമാണ്. തന്ത്രി നിർദ്ദേശിച്ചിട്ടാണ് ഇത് കൊണ്ടുപോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം അന്വേഷണത്തിൽ വരട്ടെ. തീർച്ചയായും അവിടെ ഏതെങ്കിലും ഒരു മാനുവൽ
അത് പാലിക്കേണ്ട എന്ന് തന്ത്രിക്ക് പറയേണ്ട കാര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഗോകുൽ, ഇതിനകത്ത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാനുവൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ്. ഇവിടെ തന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റിന്റെ ആവശ്യപ്രകാരമാണോ? പക്ഷെ നിയമം, ദേവസ്വം ബോർഡ് മാനുവൽ, ദേവസ്വം ബോർഡ് ബൈലോ പാലിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇത്രയും അധികം വിലമതിപ്പുള്ള ഒരു ദ്രവ്യം കൈകാര്യം ചെയ്യുമ്പോൾ, അതും ഭഗവാന്റെ അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോകുന്ന ആ വസ്തു കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ജാഗ്രതയും ദേവസ്വം ബോർഡ് കാണിക്കില്ല എന്നുള്ള തീരുമാനമാണോ? ആരെങ്കിലും അല്ലെങ്കിൽ നിർദ്ദേശം വെച്ചു, ഒരാളും അതിനെ അനുഗമിക്കേണ്ട, അതിലൊരു പരിശോധനയും വേണ്ട, അതിനെ ആരും കൈകാര്യം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് ഹൈക്കോടതിയുടെ ഉൾപ്പെടെ മുൻ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം മറികടന്നുകൊണ്ട് ആരുടെയെങ്കിലും വ്യക്തിയുടെ കായസഞ്ചിയിൽ ഇട്ടുകൊണ്ട് പോകാനുള്ളതാണോ സ്വാമി അയ്യപ്പൻ്റെ ദ്വാരപാലകരുടെ ഈ സ്വർണ്ണപ്പാളികൾ? ഇത് എത്ര ബാലിശമായിട്ടാണ് ഇവർ പ്രതികരിക്കുന്നത്. കോടതിയിൽ വെച്ച് കാണാം, അല്ലെങ്കിൽ കോടതി തെളിയിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവർ അവസരവാദ ഭക്തിയുടെയും അവസരവാദ പ്രീണന ഭക്തിയുടെയും ഒക്കെ ആളുകളാണ്. ഇവർ അയ്യപ്പൻ്റെ ആചാരങ്ങളെ ലംഘിക്കുന്ന സാഹചര്യമുണ്ടാക്കിയവർ, അയ്യപ്പൻ്റെ മല ചവിട്ടാൻ വേണ്ടി ആക്ടിവിസ്റ്റുകളെ പോലീസിൻ്റെ വസ്ത്രമണിയിച്ച് പ്രച്ഛന്ന വേഷധാരികളായി കയറ്റിവിട്ടവർ, ഇന്ന് അയ്യപ്പ സംരക്ഷണത്തിൻ്റെ ശബ്ദവും ശംഖും മുഴക്കുമ്പോൾ അവർ പറയുകയാണ് തന്ത്രി പറഞ്ഞാൽ പിന്നെ മാറ്റമില്ല. നിങ്ങളല്ലേ പറഞ്ഞത് ആചാരങ്ങൾക്കും ഈ പറയുന്ന തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾക്കും ഒരു വിലയില്ല, സുപ്രീം കോടതി പറഞ്ഞതും CPM നയം പ്രകാരം എടുത്തതുമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ തീരുമാനം നടപ്പാക്കണമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണോ? അപ്പം നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ അഭിപ്രായം മാറ്റുകയും നിങ്ങൾ കമ്മീഷൻ ഏജന്റുമാരെ, നിങ്ങൾ ഈ പറയുന്ന ഇടനിലക്കാരെ, ആ ഇടനിലക്കാരുടെ കേന്ദ്രമായി പൂങ്കാവനത്തെ, ശബരിമലയെ, അയ്യപ്പൻ്റെ സന്നിധിയെ മാറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാം ഓരോ ഘട്ടങ്ങളിലും അയ്യപ്പനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം ഉന്നയിക്കാൻ, ഭക്തരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പ്രകൃതി സത്യം എന്ന് മനസ്സിലാക്കുന്നത് തിരിച്ചടികളുടെ ഘോഷയാത്ര വാങ്ങുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതും അത്തരം ഒരു തിരിച്ചടിയായി, ഇത് പുറത്തു വന്നതും അത്തരം ഒരു തിരിച്ചടിയായി CPM LDF കാണുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഈ പൊതുജനങ്ങൾ, ഭക്തർ, ഈ നാട്ടിലെ ജുഡീഷ്യറി, ഈ നാട്ടിലെ ബാക്കി നിയമ സംവിധാനങ്ങൾ ചെയ്യേണ്ടത്, ഇനി എത്ര ബാംഗ്ലൂർ ഉണ്ണിമാർ പുണ്യമായ പൂങ്കാവനത്തിൽ ശബരിമല ക്ഷേത്രത്തിനകത്ത് അവശേഷിക്കുന്നുണ്ട് എന്നുള്ള പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അത് ഈ സർക്കാരിന്റെ പരിശോധനയല്ല, ജുഡീഷ്യൽ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത് ഭക്തരുടെ ആവശ്യമാണ്, അത് കേരളത്തിന്റെ ആവശ്യമാണ്, അത് ഓരോ ഹിന്ദുവിന്റെയും ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ഉണ്ണിമാരെ മാറ്റാതെ ഇത്തരം ഉണ്ണിമാരുടെ കമ്മീഷൻ പണിക്ക് നമ്മുടെ അമ്പലങ്ങളെ വേദിയാക്കാൻ പാടില്ല. ഈ ബാംഗ്ലൂർ ഉണ്ണി എന്ന് അദ്ദേഹം പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം ഈ ഒരു പുതിയ അവതാരമാണല്ലോ. എന്തായാലും അദ്ദേഹത്തിന്റെ കാര്യം നമുക്ക് മുന്നിലേക്ക് എത്തുകയായിരുന്നു. ഇനി ഇതുപോലെയൊക്കെ ദുരൂഹ വ്യക്തികൾ ഉണ്ടായിരിക്കുമോ? സർക്കാർ ഇതുപോലെ ക്ലീൻ ചിറ്റ് കൊടുത്ത ആളുകളിൽ തന്നെ ദുരൂഹ വ്യക്തികൾ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ അന്വേഷണത്തിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ ബഹുമാന്യ സുഹൃത്ത് BJPയുടെ നേതാവ്, അദ്ദേഹം ഒരു നിഷ്കളങ്കനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊക്കെ, എനിക്കും ലക്ഷ്മി പത്മയ്ക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നറിയായിരുന്നു. അദ്ദേഹത്തിന് കുറേ കൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചറിയാം. ബാംഗ്ലൂർ ഉണ്ണി എന്നുള്ള അടുപ്പ പേരൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതിൻ്റെ ഗൂഢാലോചനയൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പിന്നെ അദ്ദേഹം ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, ആചാരങ്ങളെല്ലാം അനന്തഗോപനോടും പത്മകുമാറിനോടും PS പ്രശാന്തിനോടും മന്ത്രിമാരോടും കടകംപള്ളി ആരാണ് സുഹൃത്തെ ലംഘിച്ചത്? ആചാരം ലംഘിച്ചത് താങ്കളുടെ നേതാവ് വത്സത്തിലേക്കേരി ശബരിമല ധർമ്മശാസ്ത്ര. ഞാനത് പറഞ്ഞോട്ടെ, താങ്കളുടെ ശബ്ദത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഫോണിൽ എങ്ങനെയാണ് താങ്കളുടെ ശബ്ദത്തിൽ ഞാൻ ഇടപെട്ടില്ല.
വത്സൻ തില്ലങ്കേരി, താങ്കളുടെ നേതാവ് വത്സൻ തില്ലങ്കേരി ശബരിമല ധർമ്മശാസ്താവിന്റെ വിഗ്രഹത്തിന് പുറംതിരിഞ്ഞു നിന്ന് അവിടെ ആചാരം ലംഘിച്ച ആളാണ്. അതേപോലെ തന്നെ താങ്കളുടെ നേതാക്കന്മാർ ഇപ്പൊ തന്നെ പന്തളത്ത് നിങ്ങൾ റാലി നടന്നല്ലോ, ഇതിന്റെ പേരിൽ ആ റാലിയിൽ ഒരു മഹർഷി ഒരു ശാന്താനന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് പ്രസംഗിച്ചെന്താ? അല്ലല്ല, ഇത് കേൾക്കണം. ആചാരത്തിന്റെ പരസ്യമായ ലംഘനം, ആചാരത്തിന്റെ പരസ്യമായ ലംഘനമാണ് വാവരെ തള്ളി പറഞ്ഞത്, വാവര് തീവ്രവാദി എന്ന് പറഞ്ഞത്. വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി മനുഷ്യൻ ആ ശബരിമല ദർശനത്തിന്റെ ഭാഗമായി ആരാധിക്കുന്ന ആളാണ് വാവരി സ്വാമി. ആ വാവരി സ്വാമിയെ തീവ്രവാദി എന്ന് പറഞ്ഞത് ആചാരത്തിന്റെ പരസ്യമായ ലംഘനമാണ്. അല്ല, ഇപ്പോ ഈ സ്വർണ്ണപ്പാളിയും സ്വർണ്ണപീഠവും കടത്തിക്കൊണ്ട് പോയതിന് അല്ലല്ല, ആ ആചാരത്തെ പരസ്യമായി നിഷേധിച്ചവരാണ് ആചാര സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുന്നത്. ഇതൊന്നും മറുപടിയല്ല. ഇനിയും ഇതുപോലെയുള്ള ഇതൊരു സാന്ദർഭിക വശാലാണല്ലോ ഈ കാര്യം വന്നത്, വിവാദമാകുന്നു. ഈ കാര്യം ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. അപ്പോൾ കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുന്നു, അതെ സ്വർണ്ണപീഠം കാണുന്നില്ല എന്ന് പറയുന്നു. കാര്യങ്ങൾ കോടതിയുടെ കൂടി ഇടപെടൽ പരിശോധിക്കുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള മാനുവൽ ലംഘനങ്ങളുടെ ഘോഷയാത്ര കണ്ടെത്താൻ കഴിയുന്നത്. ഇതൊക്കെ ഒരു കോടതി ഇടപെടലിന്റെയൊക്കെ കൂടി ഭാഗമായി, മാധ്യമ ഇടപെടലിന്റെയൊക്കെ കൂടി ഭാഗമായി വന്നതാണല്ലോ. ഇതൊന്നും സർക്കാർ കണ്ടെത്തിയ കാര്യങ്ങളല്ല. ഈ അന്വേഷണത്തെ കാര്യങ്ങൾ തെളിയട്ടെ എന്ന് പറയുമ്പോഴും സർക്കാർ ഈ കാര്യത്തിനകത്ത് മൗനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങ് വിശ്വസിക്കുകയായിരുന്നു, ക്ലീൻ ചിറ്റ് കൊടുക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാലോ. എത്രയോ വർഷമായിട്ട് ഇത് നടന്നു വരുന്നു. 2019 മുതൽ ഇദ്ദേഹം ഈ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ഇദ്ദേഹം ഈ പീഠമടക്കം എത്തിച്ച് ശബരിമല അയ്യപ്പനെ വിറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയില്ല. ഹർഷകുമാർ, താങ്കൾ പറഞ്ഞതുപോലെ അത് അന്വേഷണത്തെ കൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അല്ല, അതിൽ എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ ഞങ്ങൾ കുഴപ്പക്കാരാണ്, ഞങ്ങൾ വലിയ പ്രശ്നത്തിലായി പോകുന്നുള്ള ധാരണയിലല്ലേ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ, ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ശബരിമല ഇപ്പം അത് ശബരിമല ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുകയാണ്. തീർച്ചയായും അതിനകത്ത് നിഷ്പക്ഷമായ ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത്. ആ അന്വേഷണം വഴി ഈ എല്ലാ കാര്യങ്ങളും, ചെമ്പിലെ സ്വർണവും ഒക്കെ തെളിഞ്ഞു വരട്ടെ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ PB ഹർഷകുമാർ. ഒപ്പം ഗോകുൽ ഗോപിനാഥ് ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.